നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 രാമായണത്തിൽ ഉത്തമ കഥാപാത്രങ്ങളെയാണ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ചില കഥാപാത്രങ്ങളെ കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കഥാപാത്രങ്ങൾ ഏതു തരത്തിലെ സ്വഭാവമാണോ പ്രകടമാക്കുന്നത് അതൊഴിവാക്കണമെന്ന് രാമായണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രാവണൻ സർവ്വശാസ്ത്രങ്ങളും പഠിച്ച ഒരു തപസ്വിയാണ്. അസാമാന്യമായ വീര്യവും ഇച്ഛാശക്തിയുമുള്ള ആളാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും വിനയമില്ല, വിവേകവുമില്ല. രാവണനെ നിയന്ത്രിച്ചിരുന്നത് വികാരമാണ്. പരമാത്മസത്യത്തോടല്ല രാവണന്റെ ബുദ്ധി, ഭൗതിക വിഷയങ്ങളോടാണ്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും ബുദ്ധിയും തപസ്സും ലോകത്തിന് ഉപദ്രവമായി. വിനയവും വിവേകവും ഇല്ലെങ്കിൽ സ്വയം നാശത്തിന് കാരണമാകുമെന്ന് രാവണൻ നമ്മെ പഠിപ്പിക്കുന്നു. മഹാശക്തനായ ബാലിക്ക് വിനയായി തീർന്നത് കാമമാണ്. മന്ദരയുടെ ഏഷണി വിശ്വസിച്ചത് കാരണം കൈകേയിക്ക് നഷ്ടമായത് സ്വസ്ഥതയും ബന്ധുക്കളെയുമാണ്. ബുദ്ധിയും ശക്തിയും ഉണ്ടായിരുന്നാലും തമോ ഗുണം ബാധിച്ചാൽ കുംഭകർണനെ പോലെയായി തീരും. രാമനും രാവണനും ബാലിയുമെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമാണ്. ശ്രേഷ്ഠമായ ഭാവങ്ങളെ പിന്തുടർന്ന് മുന്നേറാനാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്ഥാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്ഥാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചിന്മയം വ്യാപി യത് സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചിന്മയം വ്യാപി യത് സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചൈതന്യ ശാശ്വത ശാന്ത വ്യോമാതീതോ നിരഞ്ജനഃ ബിന്ദുനാദ കലാതീത തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചൈതന്യ ശാശ്വത ശാന്ത വ്യോമാതീതോ നിരഞ്ജനഃ ബിന്ദുനാദ കലാതീത തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശങ്കരകൃതികളിൽ വളരെ ലഘുവായ ഒരു പ്രകരണം, അതേസമയത്ത് അത്യഗാധമായ വേദാന്ത ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രകരണം, അതാണ് മനീഷാ പഞ്ചകം എന്ന കൃതി. അദ്വൈത ആചാര്യനെ സംബന്ധിച്ച് ഭേദബുദ്ധിയില്ല, സമദൃഷ്ടിയാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, കാണുന്നു. എന്നല്ല, ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ടവർ, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ സമൂഹത്തിൽ മാനിക്കപ്പെടുന്നവരാണ്, ആദരിക്കപ്പെടുന്നവരാണ്. എന്നാൽ ഈ 4 വർണ്ണങ്ങളിൽ നിന്നും ബഹിഷ്കൃതരായവർ, അവരാണ് ചണ്ടാളരെന്നറിയപ്പെട്ടിരുന്നത്. അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവേശം പോലും ഉണ്ടായിരുന്നില്ല. അവർ പതിതരായിട്ടാണ് മാനിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അഭേദദൃഷ്ടി ഉറച്ച അദ്വൈത ആചാര്യനുണ്ടോ പതിതരും പൂജ്യരും? അതുകൊണ്ട് തൻ്റെ മനീഷാ പഞ്ചകത്തിൽ 5 ശ്ലോകങ്ങളിലൂടെ അദ്വൈത ആത്മബോധമുറച്ച വ്യക്തി ലോകദൃഷ്ടിയ ദ്വിജനാവട്ടെ, ലോകദൃഷ്ടിയ ചണ്ടാളനാവട്ടെ, അയാൾ ഗുരുവാണ് എന്ന് വിളിച്ചു പറഞ്ഞു ശങ്കരാചാര്യസ്വാമികൾ 5 ശ്ലോകങ്ങളിലൂടെ. അതാണ് മനീഷാ പഞ്ചകം. പക്ഷെ ഇവിടെയാണ് വൈപരീത്യം ശ്രദ്ധിക്കേണ്ടത്. ആ ഏകത്വബുദ്ധിയെ വിളംബരം ചെയ്യുന്ന കൃതിക്ക് പോലും വളരെ വിപരീതമായൊരു കഥയുടെ ആവരണമിട്ട് നമ്മൾ അവതരിപ്പിച്ചു. കഥ മെനയാൻ സമർത്ഥന്മാരായ നമ്മൾ. കഥ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. കാശിയിൽ വെച്ച് ശിഷ്യസമേതം നടക്കുന്ന ശങ്കരാചാര്യർ അഭിമുഖമായി വരുന്ന ചണ്ടാളനെ കണ്ടപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു എന്നാണ്. നമുക്ക് സ്വീകാര്യമല്ല. കാരണം പഠനവേളയിൽ ഓംകാരേശ്വരത്ത് വെച്ച് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. കാരണം അദ്വൈത പ്രജ്ഞനായി ഉയർന്നിട്ടില്ല, അതിനു മുമ്പുള്ള ദശയിലാണ്. എന്നാൽ ശാസ്ത്രപഠനം പൂർത്തിയാക്കി സ്വാനുഭൂതി സമ്പന്നനായി വേദാന്ത പ്രചരണത്തിന് അദ്വൈത ഭാഷ്യങ്ങൾ രചിക്കാൻ ഗുരുനാഥനാൽ അനുജ്ഞ നേടിയിട്ട് ഓംകാരേശ്വരത്ത് നിന്ന് യാത്ര തിരിച്ച ഭഗവാൻ ഭാഷ്യകാരൻ അനന്തരം ആണ് കാശിയിൽ താമസിക്കുന്നത്. ആ സമയത്താണ് ശിഷ്യന്മാരെല്ലാം വരുന്നതും ഭാഷ്യരചനയും പ്രകരണ ഗ്രന്ഥരചനയും ഒക്കെ. ആ സമയത്ത് ഭേദബുദ്ധി സൂക്ഷിച്ചു ഭഗവാൻ ഭാഷ്യകാരനെന്ന് പറയുന്നത് അവിടുത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ കഥ മെനയാൻ സമർത്ഥന്മാരായ നമ്മൾ മനീഷാ പഞ്ചകം എന്ന ഉത്കൃഷ്ടമായൊരു കൃതിയെ കണ്ടപ്പോൾ ഒരു കഥയങ്ങുണ്ടാക്കി. ആ കഥയിൽ പറയുന്നത് അന്നമയത്തിൽ നിന്ന് അന്നമയം മാറി നിൽക്കണോ, അല്ല ചൈതന്യത്തിൽ നിന്ന് ചൈതന്യം മാറി നിൽക്കണോ എന്ന് ചണ്ടാളൻ ചോദിച്ചു എന്നാണ്. ആ സമയത്ത് ചണ്ടാളൻ്റെ മഹിമ മനസ്സിലാക്കി, ഇത് സാക്ഷാൽ പരമശിവനാണെന്ന് മനസ്സിലാക്കി ആചാര്യപാദങ്ങൾ നമസ്കരിച്ചു അത്രേ. എന്നിട്ടാണ് മനീഷാ പഞ്ചകം ചൊല്ലിയതെന്നാണ് ഈ കഥാകാരന്മാർ പറയുന്നത്. നമുക്ക് അസ്വീകാര്യമാണ്. നമുക്ക് ശ്രേഷ്ഠമായ മനീഷാ പഞ്ചകം പഠിക്കാം. എന്നാൽ അതിനു മുമ്പായിട്ട് ഈ കഥാകാരന്മാർ പറഞ്ഞ ഭാഗം കൂടി ഒന്ന് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി ചണ്ടാളരൂപിയായ ശിവൻ പറഞ്ഞു എന്ന് പലരും പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള തലമുറകളായി പ്രചരിച്ചിട്ടുള്ള വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. അന്നമയാത് അന്നമയം അഥവാ ചൈതന്യമേവ ചൈതന്യാത് യതിവര ദൂരീകർത്തും വാഞ്ചസി കിം ബ്രൂഹി ഗച്ഛ ഗച്ഛ ഇതി. ഹേ യതിവര, അല്ലയോ സന്യാസി ശ്രേഷ്ഠ, അന്നമയാത് അന്നമയം ദൂരീകർത്തും വാഞ്ചസി അഥവാ ചൈതന്യാത് ദൂരീകർത്തും വാഞ്ചസി. അന്നമയമായ ശരീരത്തിൽ നിന്ന് അന്നമയമായ ശരീരത്തെ ദൂരെയാക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? മാറി നിൽക്കൂ എന്നാണല്ലോ നീ പറഞ്ഞത്. നിൻ്റെ ശരീരവും എൻ്റെ ശരീരവും അന്നമയമാണ്. അന്നത്തിൽ നിന്ന് വളർന്നതാണ്, അന്നത്തിൽ നിന്ന് ജനിച്ചതാണ്. ജനിച്ചതിന് ശേഷം നമ്മൾ കഴിച്ച അന്നം കൊണ്ട് വളരുന്നതാണ്. സ്ഥൂല ശരീരം ഏവർക്കും അന്നമയ കോശമാണ്. അപ്പം നിൻ്റെ അന്നമയ കോശത്തെ എൻ്റെ അന്നമയ കോശത്തിൽ നിന്ന് അകറ്റാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതല്ല, ആത്മചൈതന്യത്തിൽ നിന്ന് അകറ്റാനാണോ? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? കിം ബ്രൂഹി ഗച്ഛ ഗച്ഛ ഇതി. പിന്നെ എന്തുകൊണ്ടാണ് നീ മാറി നിൽക്കൂ എന്ന് പറഞ്ഞത്?
ഈ ചോദ്യം ചണ്ടാളൻ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അയുക്തി, സാധനാഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാം. എന്നാൽ അദ്വൈത സിദ്ധനായ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും ഏകത്വത്തെ ദർശിച്ച ഭഗവാൻ ഭാഷ്യകാരൻ ഇങ്ങനെ ചണ്ടാളരൂപിയോട് മാറി നിൽക്കാൻ പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ പ്രചരിതമാണ്. ഈ സമയത്ത് ശങ്കരാചാര്യസ്വാമികൾ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഭേദഭ്രമത്തെ അതിക്രമിക്കുന്ന ഒരു വാക്യം പറഞ്ഞു എന്നാണ് ഈ ഐതിഹ്യകാരന്മാർ പറയുന്നത്. അതും വളരെ പ്രസിദ്ധമായ ശ്ലോകമായതുകൊണ്ട് നമുക്ക് വായിക്കാം. കിംഗംഗാംബുനി ബിംബിതേംബരമണൗ ചണ്ടാളവിധീപയ പൂരേ വന്ദരമസ്തി കാഞ്ചനഘടീ മൃത്കുംഭയോർവാംബരേ പ്രത്യഗ്വസ്തുനി നിസ്തരംഗസഹജാനന്ദാവബോധാംബുധൗ വിപ്രോയം ശ്വപചോയമിത്യപി മഹാൻ കോയം വിഭേദഭ്രമഃ. വാസ്തവത്തിൽ ജാഗ്രസ്വപ്ന സുഷുപ്തിഷു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനീഷാ പഞ്ചകം ആരംഭിക്കുന്നത്. അതാണ് 5 ശ്ലോകങ്ങൾ. എന്നാൽ ചണ്ടാളനുമായി ബന്ധപ്പെടുത്തിയ കഥയുടെ ശേഷമായിട്ട് അത്യുത്കൃഷ്ടമായ ഈ ഒരു ശ്ലോകം കാണപ്പെടുന്നത് കൊണ്ട് ഇതിൻ്റെ വിചാരം വളരെ സൂക്ഷ്മബുദ്ധിയെ നമുക്ക് നൽകാൻ സഹായകമാണെന്നതുകൊണ്ട് ഈ ശ്ലോകവും നമുക്ക് ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാകട്ടെ അർത്ഥവിചാരം. സന്ധ്യാദീപം. തുടർന്ന് സനാതനധർമ്മമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വയ്ക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലിങ്ങനെ വാർദ്ധക്യമൊന്നും വിചാരിക്കണ്ട. അല്ല, എനിക്ക് ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ ഇരുന്നായാലും നാമം ജപിച്ചുകൂടെ? കിടന്നുകൊണ്ട് നാമം ജപിക്കാം, ഇരുന്നുകൊണ്ട് നാമം ജപിക്കാം, നിന്നുകൊണ്ട് നാമം ജപിക്കാം. ഇനി ചിന്തിക്കാൻ ഭഗവത് നാമം ചൊല്ലാൻ പറ്റുന്ന ആർക്കും എവിടെ ഇരുന്ന് വേണേലും കിടന്നുകൊണ്ടായാലും ഒന്നിലും വ്യാകുലപ്പെടാതെ ഞാൻ ദുഃഖിതയായി, ഞാൻ രോഗഗ്രസ്തയായി എന്നൊന്നും മനസ്സിനെ തകർക്കാതെ നാമം ജപിച്ചു കൊള്ളാനാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് നന്നാകും, നമ്മൾ നന്നാകും, നമ്മുടെ കുലം നന്നാകും. താം വീക്ഷ്യ കംസപ്രഭയാജിതാന്തരം വിരോചയന്തിം ഭുവനം ശുചിസ്മിതാം ആഘൈഷമേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം സൃതോ എന്ന പുരേയം ഈദൃശി. ഇവിടെ പറയാണ്, സകല ചരാചരങ്ങളിലും നിയമിച്ചടക്കുന്നവനായിരിക്കുന്നവനാണ് ഭഗവാൻ. ആരാലും അതുകൊണ്ട് ഭഗവാനെ ജയിക്കപ്പെടാത്തവനാണ്. സർവത്തിനെയും ജയിക്കപ്പെടുന്നവ ഭഗവാനാണ്. അതുകൊണ്ട് പറയുകയാണ്, അജിതാന്തരം, അജിതനാണ്, സർവത്തിനെയും ജയിക്കുന്നവനാണ് ഭഗവാൻ. അത്തരത്തിലുള്ളവളും അങ്ങനെ അജിതാന്തരാം അത്തരത്തിലുള്ളവളുമായ പ്രഭയ കാന്തി കൊണ്ട് ഭുവനം ലോകത്തെ വിരോചയന്തി വിരോചിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്നവളും ശുചിസ്മിതാം നല്ല ശുദ്ധമായ മന്ദഹാസത്തോട് ശുഭ്രമായിരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയവളെയാണ് ശുചിസ്മിതാം എന്ന് പറയുന്നത്. അങ്ങനെ മന്ദഹാസത്തോടു കൂടിയവളുമായ താം അവളെ വീക്ഷ്യ കണ്ടിട്ട്, ആരെയാണ്? ദേവകിയെ കണ്ടിട്ട് കംസഹ കംസൻ ആഹ പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു, ഏഷഹ ഇവൻ മേ എൻ്റെ പ്രാണഹരഹ പ്രാണത്തെ ഹരിക്കുന്ന ഹരിഹി ധ്രുവം വിഷ്ണു തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവൻ എൻ്റെ പ്രാണനെ ഹരിക്കുന്ന വിഷ്ണു തന്നെയാണ് നിശ്ചയം. ഗുഹാം ഗർഭത്തെ ശ്രുതയായിരിക്കുന്ന ആശ്രയിച്ചിരിക്കുന്ന യത് എന്തുകൊണ്ടെന്നാൽ ഇവള് പുരം പണ്ട് നായിദൃശി ഈ വിധമായിരുന്നില്ല. ദേവകിയെ കണ്ടപ്പോഴത്തേക്ക് കംസൻ്റെ ഉള്ളിൽ ഒന്ന് ഇതായി. എന്താ? ഇവിടെ ഉള്ളിൽ വളരുന്ന പുത്രൻ, ഇത് ഇവളുടെ മുഖത്ത് എന്തൊരു തേജസ്സാണ്. ഇവളെ കാണുമ്പോൾ തന്നെ ഒരു പ്രകാശസ്വരൂപമായിട്ട് തോന്നുന്നു.
ഇവിടെ ഉള്ളിൽ എന്തോ ഒരു ദൈവീയ ശക്തിയുള്ളതായിട്ട് തോന്നുന്നു. ഓഹോ, അപ്പോൾ ഈ പുത്രനായിരിക്കാം ഹരി, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇവനാണ് എൻ്റെ അന്തകനായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള തേജസ്സോടുകൂടി ഇപ്പോൾ ഇവളെ കാണുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങൾ. മുമ്പെങ്കും കാണാത്ത തേജസ്സോടു കൂടിയാണ് ഇപ്പോൾ ഇവളെ കാണുന്നതെന്ന് പറയുമ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുക, കംസന് പോലും ഉള്ളിൽ ഭക്തിയുണ്ടെന്ന്. അപ്പം നമ്മളെന്താണെന്നുള്ള ആലോചിച്ച് നോക്കുക. കംസൻ ദേവകിയുടെ മുഖത്തെ ശ്രേയസ്, ആ ഭഗവത് ചൈതന്യം കൊണ്ടായിരിക്കുന്ന ചൈതന്യത്തെ കാണുമ്പം ഇത് ഹരിഭഗവാനാണ് എന്ന് നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഭഗവത് സ്മരണ കൊണ്ട് ഭക്തിയുണ്ടായി എന്നല്ലേ ഭാഗവതം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വിദ്വേഷഭക്തിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, ഭഗവാനുള്ള ദേഷ്യം. ഈ ദേഷ്യഭക്തി കൊണ്ട് ഒരുപാട് പേർക്ക് ഭക്തി ഉണ്ടായിട്ടുണ്ട്. സ്നേഹം കൊണ്ടാണ് ഗോപന്മാർക്കും ഗോപികൾക്കും ഭക്തി ഉണ്ടായത്, പ്രേമം, അതാണ് അവരുടെ ഭക്തി. വിദ്വേഷം കൊണ്ടാണ് കംസാദികൾക്ക് ഭക്തി ഉണ്ടായത്. അപ്പോൾ ഭഗവാനെ ഇങ്ങനെ ദേഷിച്ച് ഭഗവത് ചൈതന്യം ഒളിച്ചിരിക്കുന്നിടം പോലും തിരിച്ചറിയാനാകുന്ന ഭക്തി വർദ്ധിച്ചിരിക്കുകയാണ് കംസന് പോലും. ഏത് രീതിയിലായാലും ആരുടെ ഉള്ളിലും എങ്കിലും ഭഗവത് ഭക്തി ഏതെങ്കിലും പ്രകാരത്തിൽ പ്രകടമായിട്ടുണ്ടെങ്കിൽ ആ പ്രകടമാകുന്നതിൻ്റെ പരിണിത ഫലം അത് തിരിച്ചറിയാൻ കഴിയും ആ ഭക്തിയെ എന്നുള്ളതാണ്. ഇവിടെ ഇവളുടെ ഈ പുത്രൻ എന്നെ ഹനിക്കും, ഇവൻ തന്നെ ഹരി എന്ന് നിർണയിച്ചുകൊണ്ട് ഈ ദേവകിയുടെ മുഖത്തെ തേജസ്സിനെ മനസ്സിലാക്കി ഹരിഭഗവാനാണ് ദേവകിയുടെ ഉദരത്തിലുള്ളതെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുക. ഇവിടെ പറയുന്നുണ്ട് ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അരികി ധ്രുവം, ഭഗവാൻ വിഷ്ണു തന്നെ, യാതൊരു സംശയമില്ല. ഗുഹാം, മിക്കവാറും ഈ ഗർഭത്തെ ധരിച്ചിരിക്കുന്നത് ഹരിഭഗവാൻ തന്നെ. ഹരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അർത്ഥമെടുക്കുമ്പോൾ ഹരി എന്നുള്ളതിന് സിംഹമെന്നും അർത്ഥമുണ്ട്. അപ്പം ഗർഭം എന്ന പദത്തെ ഉപയോഗിക്കുന്നിടത്ത് ഗുഹയെ ഹരിയെ ആശ്രയമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സർവ മൃഗങ്ങളിൽ വെച്ച് അത്യന്തം ശ്രേഷ്ഠനായ മൃഗം, ശ്രേഷ്ഠതയെന്ന് പറഞ്ഞാൽ ശക്തിശാലിയായ മൃഗം സിംഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സർവപരാക്രമശാലിയാണ്, ബുദ്ധിമാനാണ്. ഇതെല്ലാം കൊണ്ടും ശ്രേഷ്ഠത സിംഹത്തിനുള്ളതുപോലെ തന്നെ ഹരിഭഗവാനെ ഇവിടെ ഗുഹയോട് ഉപമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഹരിയെ സിംഹമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ കംസൻ്റെ വാക്കുകളിൽ തന്നെ ഹരിഭഗവാൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു എവിടെയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഹരിഭഗവാൻ ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യമാണ് ഇവിടെ ഉണ്ടാക്കി തരുന്നത്. കംസൻ്റെ ഈ മനസ്സാകുന്ന ഈ മനസ്സിലെ കംസൻ്റെ മനസ്സാകുന്ന ആ പുഷ്പമെടുത്ത് ഒന്ന് പൂജിക്കുക, വിദ്വേഷഭക്തിയെ മാറ്റി പുണ്യഭക്തി എടുത്തൊന്ന് പൂജിച്ചാൽ അദ്ദേഹത്തിന് എപ്പോഴേ മുക്തി കിട്ടുമാകുന്നു. നമ്മളിലുള്ള കംസാദികളോട് വിട പറയുക, ദേഷ്യം വേണ്ട, ക്രോധം വേണ്ട, ആരോടും പകയോ വിദ്വേഷമോ ഒന്നും വേണ്ട, ശുദ്ധമായ ഭക്തി നമ്മുടെ ഉള്ളിൽ വളരട്ടെ, അതിനായിക്കൊള്ളട്ടെ ഇനി വരാൻ പോകുന്ന ദിനങ്ങളെന്ന് പ്രതിജ്ഞ എടുക്കുക. കംസന് പോലും ദേവകിയിലെ മഹത്വത്തെ അറിയാൻ കഴിയുന്ന പോലെ എവിടെ കുടികൊള്ളുന്ന ഈശ്വരനായാലും അവിടെയെല്ലാം ആ ഭഗവത് ചൈതന്യത്തെ മനസ്സിലാക്കാൻ ഭക്തന്മാർക്ക് സാധിക്കണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजां भवाद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीडे प्रभु प्राणनाथं विभुं विश्वनाथम्